അലനല്ലൂർ മുണ്ടക്കുന്നിൽ തുടർച്ചയായി കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുന്നത് നാട്ടുകാരെ വലയ്ക്കുന്നു. നേരം ഇരുട്ടിയാൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ എത്തുന്നത് പതിവായി. ഇതുകാരണം പ്രദേശവാസികൾക്ക് വൈകിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ തമ്പടിച്ച ആനകളാണ് സ്ഥിരമായി ജനവാസ മേഖലയിലെത്തുന്നത്. പുലർച്ചെ 3 മണിയോടെ തരിശ് ഭാഗത്തെത്തിയ കാട്ടാനകൾ ചങ്കരഞ്ചാത്ത് ശ്രീനിവാസന്റെ വാഴ, ചങ്കരഞ്ചാത്ത് ഗോപിയുടെ കമുക എന്നിവ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കുട്ടികളെക്കൊണ്ട് പാർക്കാൻ പറ്റണില്ല. എന്തായാലും ഇവിടുന്ന് ഇവരെ ഒഴിവാക്കി തരണം. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയല്ലേ. ഞങ്ങൾ കുട്ടികളും മക്കളൊക്കെ ചെറിയ ചെറിയ കുട്ടികളില്ലാതാണ്. അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾ ഒഴിവാക്കി ഏറ്റവും നല്ലത്. എന്താത്തെങ്കിൽ ഇവിടെ പാർക്കാനും ബുദ്ധിമുട്ട്. നേരം കൊടുത്ത് വൈകുന്നേരമായാലും ഇവിടെ കടക്കാനും പറ്റൂല, ഇരിക്കാനും പറ്റില്ല കുട്ടികൾ പേടിച്ചിട്ട്. ഒരു തള്ളിയും കുട്ടിയെ തോന്നുന്നുണ്ട്, 2 എണ്ണം ഉണ്ട്. പിന്നെ അവർ വന്ന് കൊണ്ടുപൊട്ടിച്ച് പോകും. അവർ ഞങ്ങളോട് കൊണ്ടുപൊട്ടിച്ചാൽ ഞങ്ങൾക്ക് എവിടെ അപ്പോൾ ഈ അന്തിക്ക് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അല്ല ഞങ്ങൾ ഇവിടെ കൊണ്ടൊക്കെ കൊണ്ടിരുന്നത്. അവർ കൊണ്ടത് പൊട്ടിച്ച് ആറ്റുവിടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാലിഫാമെന്ന് ഒഴിവാക്കി തരണം. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾക്ക് ഇതിൻ്റെ നല്ലവരെ പാർക്കണ്ടേ. ചെറിയ കുട്ടികളല്ലേ, കുട്ടികൾ പേടിച്ചിട്ട് രാത്രി എണീക്കൂല, മൂത്രമൊഴിക്കാനും കൂടി പോകില്ല. അത് കാരണം എന്താ നിങ്ങൾ ഇതിനെ തീർമാനമാക്കി തരണം. ഇത്രയുള്ളൂ ഞങ്ങൾക്ക് പറയുള്ളത്. മുണ്ടക്കുന്നിലെ തരിശ്, ഏറനാട്, കുളമ്പ് ഭാഗങ്ങളിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കാട്ടാനകൾ തുടർച്ചയായി എത്തുന്നുണ്ട്. വിഷയം വനംവകുപ്പിനെ കൃത്യമായി അറിയിക്കുന്നുണ്ടെങ്കിലും കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് അലനല്ലൂർ പഞ്ചായത്ത് അധ്യക്ഷ PP സജന സത്താർ പറഞ്ഞു. അതിരാവിലെ ടാപ്പിംഗ് തൊഴിലാളികളും പഠനാവശ്യങ്ങൾക്കായി വിദ്യാർത്ഥികൾക്കും ഇവ ഏറെ ഭീഷണിയാണ്. ജനവാസ മേഖലകളിൽ തുടർച്ചയായി ആനകൾ എത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികളില്ലാത്തതിനാൽ നാട്ടുകാർ ഏറെ പ്രതിഷേധത്തിലാണ്. CCN ചത്തല്ലൂർ.